ബാക്കിയുള്ള ആൾക്കാരെ വേദനിക്കുന്നത് കണ്ട് അതിൽ നിന്ന് സുഖവും സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അതാണ് സാഡിസം. ഒരാളെ ഫിസിക്കലി വേദനിപ്പിക്കുമ്പോൾ മാത്രമല്ല സാഡിസ്റ്റിന് ആ ഒരു ഫീല് കിട്ടുക. ഒരാളെ ഹ്യൂമിലിയേറ്റ്, അതായത് നാണം കെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ ഡിസ്കംഫേർട്ട് ആക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരാളെ മേല് ഡൊമിനൻസി എടുക്കുമ്പോൾ ഒക്കെ അവർക്ക് ആ ഒരു സാഡിസ്റ്റിക് ഫീല് കിട്ടും. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഓഫീസിലെ ബോസ് കൊളീഗ്സിന് മുമ്പിൽ വെച്ചിട്ട് നമ്മളെ നാണം കെടുത്തുക, അല്ലെങ്കിൽ നമ്മളെ മേലൊരു അധികാരം എടുക്കുക. അതേപോലെ ഒരു ക്ലാസ് റൂം എടുക്കുകയെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ക്ലാസ്മേറ്റ്സിന്റെ മുമ്പിൽ വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞ് നാണം കെടുത്തുക, അതിനുശേഷം ഒരു ജോക്കാണെന്ന് പറയാം. പക്ഷെ ഈ ഒരു ടൈമിലൊക്കെ അവരൊരു സാഡിസ്റ്റിക് പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് കരുതി ആരെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ അതൊരു സാഡിസ്റ്റിക് ബിഹേവിയറിന്റെ ഭാഗമായിട്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞതെന്ന് കരുതരുത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് മോട്ടീവ് ഒന്നും ഇല്ലെങ്കിൽ വെറുതെ നിൽക്കേണ്ട ആളെ പോയിട്ട് അടിക്കുക, കുത്തുക, പിച്ചുക, മാന്തുക, അങ്ങനെയുള്ള ഉപദ്രവങ്ങളൊക്കെ ചെയ്യുക. അത് പ്രത്യേകിച്ച് മോട്ടീവ് ഒന്നും ഇല്ല, അതൊക്കെ അവർ ഈ ഒരു സാഡിസ്റ്റിക് പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരാൾ ഒരു സാഡിസ്റ്റിക് പേഴ്സണായി മാറാനുള്ള ചില റീസൺസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് മെയിൻലി റീൻഫോഴ്സ്മെന്റ് ആണ്. അതായത് മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രൂര കൃത്യം, അതായത് ഒരു ജീവിയെ കൊല്ലുക അല്ലെങ്കിൽ വേറൊരാളെ ഉപദ്രവിക്കുക, അപ്പൊ ഈ ഒരു ടൈമിലൊക്കെ അവർക്ക് ഒരു റീൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ മുമ്പിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, പിന്നെ ആ ഒരു പ്രവൃത്തി തുടർന്നു പോകും. പിന്നെ ഒരു റീസൺ ആണ് ലാക്ക് ഓഫ് എമ്പതി, അതായത് കണ്ണുചോര കുറവുള്ള ആളുകളുടെയിലും ഈ ഒരു ബിഹേവിയർ കൂടുതലായിട്ട് കണ്ടുവരും. പിന്നെ സാഡിസത്തിന്റെ ട്രീറ്റ്മെന്റ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ CBT, DBT പോലത്തെ സൈക്കോ തെറാപ്പികൾ, അതുപോലെ തന്നെ എമ്പതി ആൻഡ് കമ്പാഷൻ ട്രെയിനിങ്, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഡിപ്രഷൻ്റെ ഒക്കെ കൂടെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചില കേസിലൊക്കെ മെഡിക്കേഷൻസ് വെച്ചിട്ടും ഇത് ട്രീറ്റ് ചെയ്യാറുണ്ട്.